ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈവനിങ് സ്നാക്കായിട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കിടിലൻ ഐറ്റമാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ ഒരു 1.25 കപ്പ് അരിപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാ നൂൽപുട്ടിനും പത്തിരിക്കൊക്കെ എടുക്കൂലേ, ആ ഒരു അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പുട്ടുപൊടിയല്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ 1.25 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1.25 കപ്പാണ് അരിപ്പൊടി എടുത്തത്, അതേ സെയിം അളവിൽ തന്നെ നമ്മൾ 1.25 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ആവി വറക്കുമ്പോൾ മനസ്സിലാവുണ്ടാവും ഇത് എത്രത്തോളം നല്ല ചൂടുണ്ടെന്ന്. ഇതേപോലെ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചെടുക്കണം കേട്ടോ, എന്നാൽ തന്നെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒഴിച്ചത് കറക്റ്റാണ് കേട്ടോ. നമ്മൾ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ ഒട്ടാതെ കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ കറക്റ്റ് പരുവം. ഇനി നമുക്ക് വേണ്ട ഷേപ്പിലാക്കി എടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സിമ്പിൾ മെത്തേഡിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ആദ്യം ഒന്ന് ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ 2 വിരലില്ലേ അത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് കാട്ടിയെടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ നമ്മൾ എല്ലാതും ചെയ്തെടുക്കുന്നുണ്ട്. കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് ഷേപ്പാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിൽ മാവൊന്നും ഒട്ടാതെ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാതും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇഡ്ഡലി പാത്രത്തിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആ ഇഡ്ഡലിൻ്റെ തട്ടിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ മാവ് ഒട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചെയ്തെടുത്ത എല്ലാതും ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാതും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാവണ നേരം കൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഒരു സിമ്പിൾ മസാലയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു തക്കാളിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞതും അതേപോലെ കുറച്ച് ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റ് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ക്യാരറ്റും കൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ഹെൽത്തിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് അത്രയും വയറ്റിലായി കിട്ടും. ഇനി ഈ ഒരു വെജിറ്റബിൾസിന് മാത്രമുള്ള ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ. നമ്മൾ ഓൾറെഡി മാവിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഉള്ളിക്കും ക്യാരറ്റിനൊക്കെ ഉള്ള മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതന്നെ ചേർക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ബൗൾ തേങ്ങ ചിരകിയതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ എന്താണ് മസ്റ്റായിട്ട് നിങ്ങൾ ചേർക്കണം. തേങ്ങ ചേർക്കുമ്പോഴാട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുന്നത്. ഇനി നമുക്കിത് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോഴേക്കും നമ്മളുടെ പീടിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതും കൂടി ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്താവുന്ന പോലെ നല്ലോണം തന്നെ മിക്സാക്കി എടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ഉണക്കമുളക് ചതച്ചതാണ്. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുന്നതാണെങ്കിൽ ഇത് ഒഴിവാക്കാം, ഇല്ലെങ്കിൽ വലിയവർക്കൊക്കെ ആണെങ്കിൽ നമുക്കിത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഞാൻ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 2 മിനിറ്റ് മാത്രം മതി, അതൊന്ന് നല്ലോണം ഒന്ന് ചൂടായി വരാനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നല്ല സിമ്പിൾ നല്ല കിടിലൻ നൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഇത് നമ്മൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിൽ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും പുതുതായി കാണാറുണ്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാം. നമ്മൾ ഉറപ്പായും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കാനായിട്ട്. അപ്പോൾ ഇതേപോലത്തെ നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.